The Gandhian Way, C.M. George. First of all, an introduction about the author. C.M. George. He was a great English philosopher. He grew up in an atmosphere of Christian values, but later he became an atheist. He could present even the most difficult philosophical problems in simple language. Like many atheists, he turned to religion towards the end of his life. His numerous books on philosophy, theology, and ethics are still extensively read. In the essay, The Gandhian Way, George makes a philosophical inquiry into the noble virtues of Mahatma Gandhi. With his enormous spiritual strength, Gandhi waged all his battles successfully. തൻ്റെ അത്യധികമായ ആത്മീയമായ കരുത്തിനാലാണ് ഗാന്ധി തൻ്റെ എല്ലാ പോരാട്ടങ്ങളും നയിച്ചത്, പൊരുതിയത് വിജയകരമായി. ദി മഹാത്മാ possesses in abundance the will, the wisdom and vision of a saint. മഹാത്മാവിൽ അത്യധികമായി ജ്ഞാനമുണ്ടായിരുന്നു, ദീർഘദർശനമുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും എല്ലാം ഉണ്ടായിരുന്നു ഒരു പുണ്യാത്മാവിന് വേണ്ടുന്ന രീതിയിൽ. ദി മഹാത്മാ possesses all in abundance the will, the wisdom and vision of a saint. To him, അദ്ദേഹത്തെ സംബന്ധിച്ച് the concept of civil disobedience was a creative alternative to violence and slaughter. അക്രമം, രക്തച്ചൊരിച്ചൽ, ഇതിനെല്ലാം സർഗാത്മകമായി അദ്ദേഹം കണ്ടെത്തിയ ഒരു പുതുവഴിയായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഹി വാസ് എ ജീനിയസ് ഫാർ അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭാശാലിയായിരുന്നു ഗാന്ധി. ഹി ട്രൈഡ് ഹാർഡ് ടു എലവേറ്റ് സൊസൈറ്റി ടു എ നോബ്ലർ പ്ലെയിൻ. സമൂഹത്തെ, അദ്ദേഹമായിരുന്ന കാലഘട്ടത്തിലെ സമൂഹത്തെ കുറെ കൂടി ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക് പെട്ടെന്ന് എടുത്തുയർത്തുവാൻ കഴിവുള്ള ഒരു മഹാരഥനായിരുന്നു ഗാന്ധി. C.M. ജോർജ് ഒരു ദാർശനികനായിരുന്നു, ഫിലോസഫറായിരുന്നു. ക്രൈസ്തവ മൂല്യങ്ങളുടെ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നത്. പക്ഷേ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായി, എത്തിസ്റ്റായി മാറി. ഏറ്റവും പ്രയാസമേറിയ ഫിലോസഫിക്കൽ ടോപ്പിക്സ് പോലും വളരെ ലളിതമായി അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ആരാണ് ഏത്തിസ്റ്റ്? ഒരു നിരീശ്വരവാദിയാണ് ATHEIST, ഏത്തിസ്റ്റ് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ പക്ഷേ ഈ നിരീശ്വരവാദിയായിരുന്ന ഈ തത്വചിന്തകൻ C.M. ജോർജ് തൻ്റെ മതവിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയാണ്. തത്വശാസ്ത്രം, അതുപോലെ ദൈവശാസ്ത്രം, സന്മാർഗശാസ്ത്രം, അതായത് തിയോളജി, ഫിലോസഫി. തത്വശാസ്ത്രം എന്നുള്ളതിന് നമ്മൾ ഫിലോസഫി എന്നാണ് പറയുന്നത്, ദൈവശാസ്ത്രം എന്നുള്ളതിന് നമ്മൾ തിയോളജി എന്നാണ് പറയുന്നത്. ദെൻ മൊറാലിറ്റി, മോറൽ സയൻസ്, സന്മാർഗശാസ്ത്രം, ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്നും എക്സ്റ്റെൻസീവായിട്ട് വായിക്കപ്പെടുകയാണ്. ഗാന്ധിജിയുടെ ഉദാത്തമായ ഗുണവിശേഷങ്ങളെക്കുറിച്ചും ദാർശനികമായ ഒരു അന്വേഷണം നടത്തുകയാണ് ഗാന്ധിയൻ മാർഗം, ദ ഗാന്ധിയൻ വേ എന്ന ഈ ഉപന്യാസത്തിലൂടെ C.M. ജോർജ് ചെയ്യുന്നത്. ഇനി ഒരു വിശുദ്ധൻ്റെ ബോധജ്ഞാനവും വിസ്ഡം, ദർശനം അഥവാ ഫിലോസഫിയും ഒക്കെ ഗാന്ധിക്ക് ധാരാളമായി ഉണ്ടായിരുന്നു എന്ന് ജോർജ് സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് അക്രമത്തിനും അഹിംസയ്ക്കും പകരമായി മറ്റൊരു ക്രിയാത്മകമായ വഴി കണ്ടെത്താൻ കഴിഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സമൂഹത്തെ കൂടുതൽ ഉന്നതമായ ഒരു എലിവേഷനിലേക്ക്, ഒരു ഉന്നതമായ തലത്തിലേക്ക് എടുത്തുയർത്തുവാനായിട്ട് അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഹി വാസ് എ ജീനിയസ് ഫാർ അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. ഹി ട്രൈഡ് ഹാർഡ് ടു എലവേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർത്തുക, ഹിസ് സൊസൈറ്റി ടു എ മച്ച് നോബ്ലർ പ്ലെയിൻ, മറ്റ് വളരെ ഉയർന്ന ഒരു ധാർമ്മിക തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇൻ ജോർജ്സ് വ്യൂ, മോറൽ ഫോഴ്സ് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് വെർച്യു ഓഫ് ഹ്യൂമാനിറ്റി. C.M. ജോർജ് പറയുന്നു, മാനവരാശിയുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവൻ്റെ സ്പിരിച്വൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ അവൻ്റെ ത്യാഗമനോഭാവമോ ഒന്നുമല്ല, മനുഷ്യസ്നേഹമോ ഒന്നുമല്ല. മാനവരാശിയുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്ന അവൻ്റെ ധാർമ്മികമായ ബലം തന്നെയാണ് എന്ന് ജോർജ് കാണുന്നു. ഗാന്ധിസ് മോറൽ അതോറിറ്റി ലേ ഇൻ ഹിസ് മോറൽ ഫോഴ്സ്. ഗാന്ധിയുടെ മോറൽ അതോറിറ്റി അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ശക്തിയിലായിരുന്നു.
ഇറ്റ് മെയ്ഡ് ഹിം അബ്സല്യൂട്ട്ലി ഡിറ്റാച്ച്. അത് ഗാന്ധിയെ അങ്ങേയറ്റം നിർമ്മമനാക്കി. ഭൗതികതയോട്, സുഖാന്വേഷണങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ടുള്ള ഒരു കഴിവിനെയാണ്, അറ്റാച്ച്മെന്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട്, ഭൗതിക സന്തോഷങ്ങളിൽ നിന്നും സുഖഭോഗങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള മനുഷ്യർക്ക് സ്വാഭാവികമായും അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ആ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒരു വ്യക്തിയുടെ താല്പര്യത്തെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒരു ജ്ഞാനിക്ക്, ഒരു സന്യാസിക്ക്, ഒരു യോഗിക്ക് മാത്രമാണ് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക നിൽക്കുക എന്നത് സാധിക്കുകയുള്ളൂ. ഗാന്ധി അങ്ങനെ നോക്കുമ്പോൾ ഒരു ജ്ഞാനിയെയോ സന്യാസിയോ ഒരു ഋഷിശ്രേഷ്ഠനോ പോലെ ആയിരുന്നു. അബ്സല്യൂട്ട്ലി ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇറ്റ് ഗേവ് ഹിം കൺട്രോൾ ഓവർ ഹിസ് ബോഡി ആൻഡ് മൈൻഡ്. തന്റെ മനസ്സിനും ശരീരത്തിനും മേൽ നിയന്ത്രണം നിലനിർത്താൻ ഗാന്ധിക്ക് എന്നും കഴിഞ്ഞതും ഈ ഒരു ഗുണം കൊണ്ടാണ്. തന്റെ ശരീരത്തിന് മേൽ, തന്റെ മനസ്സിന് മേൽ നിയന്ത്രണം കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞു. ഇറ്റ് മെയ്ഡ് ഹിം അഡമന്റ് ആൻഡ് അഡാപ്റ്റബിൾ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം അദ്ദേഹം നിർബന്ധ ബുദ്ധിക്കാരനും ശാഠ്യക്കാരനുമായി, എന്നാൽ അതേസമയം ആ മനുഷ്യൻ തന്നെ അങ്ങേയറ്റം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇണങ്ങിച്ചേരാനും കഴിയുന്നവനായി എന്നതാണ് ഗാന്ധിയുടെ പ്രത്യേകതയായി പറയുന്നത്. ഡിറ്റാച്ച്ഡ് ആയിരിക്കാനുള്ള, നിർമ്മമനായിരിക്കുവാനുള്ള, ഭൗതികതയോടുള്ള, സുഖങ്ങളോടുള്ള, ദ്രവ്യമോഹങ്ങളോടുള്ള മമതയില്ലായ്മയാണ് നിർമ്മമത. അറ്റാച്ച്മെന്റ് ഇല്ലായ്മയാണ് ഡിറ്റാച്ച്മെന്റ്. ആ ഡിറ്റാച്ച്മെന്റിൽ നിലനിൽക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. ഇറ്റ് എനേബിൾഡ് ഹിം ടു സീ ദ ഗുഡ്നസ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരിലെ നന്മയെ തിരിച്ചറിയാനും കാണാനും ദർശിക്കുവാനുമായിട്ട് അദ്ദേഹത്തെ അത് സഹായിച്ചു. എനേബിൾഡ്, സഹായിച്ചു, കഴിവുള്ളവനാക്കി. It also gave him the spiritual strength to use truth and non-violence. സത്യം, അക്രമരാഹിത്യം, ഇവയ്ക്ക് രണ്ടിനും വലിയ കരുത്തുണ്ട്. ഇതൊക്കെ വലിയ ആത്മീയ പുണ്യങ്ങളാണ്. സത്യം, നോൺ വയലൻസ്, അതായത് ട്രൂത്ത്, നോൺ വയലൻസ്. ഈ ആത്മീയ ആയുധങ്ങൾ എടുത്ത് അദ്ദേഹം സ്വയം ധരിക്കുവാനായിട്ട്, കരുത്തനാകുവാനായിട്ട്, അങ്ങനെ ആത്മീയതയുടെ കരുത്തു നേടുവാനായിട്ട് അദ്ദേഹത്തെ പ്രാപ്തനാക്കി, പര്യാപ്തനാക്കി. ആൻഡ് പ്രാക്ടീസ് സിവിൽ ഡിസൊബീഡിയൻസ് ഇൻ ഹിസ് ഫൈറ്റ്. തന്റെ പോരാട്ടങ്ങളിൽ സിവിൽ നിയമ ലംഘനം എന്ന ആശയം അദ്ദേഹം പരിശീലിക്കുകയായിരുന്നു. ആരാണ് എത്തിസ്റ്റ്? നിരീശ്വരൻ ആണ് എത്തിസ്റ്റ്. എത്തിക്സ് എന്താണ്? സന്മാർഗശാസ്ത്രമാണ്. സ്ലോട്ടർ എന്താണ്? കൂട്ടക്കൊലയാണ്. സാവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാകൃതമായ, കിരാതമായ, അപരിഷ്കൃതമായ എന്നൊക്കെയാണ് സാവേജ് എന്ന. എന്താണ് ഡിസാസ്റ്റർ? വിപത്ത്, അല്ലെ? പ്രതിസന്ധി, വിപത്ത് എന്നൊക്കെ അർത്ഥം. ടോർമെന്റ്, പീഡനമാണ്. നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്ന രീതിയിൽ 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഉത്തരമായി എഴുതുക എന്ന രീതിയിലുള്ള ഒരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ക്വാളിറ്റി ഓഫ് അവർ സ്പീഷീസ്? മാനവരാശി അഥവാ മനുഷ്യവർഗം, ഈ മനുഷ്യവർഗത്തിന് ഹോമോസാപ്പിയൻസ് എന്നാണ് നമ്മൾ ഇന്ന് ആധുനിക മനുഷ്യ വർഗത്തെ, മോഡേൺ മാൻ്റെ സ്പീഷീസിനെ പറയുക. ഈ ഹോമോസാപ്പിയൻസിന്റെ സവിശേഷതയായിട്ട് അല്ലാത്തത് ഏതെന്നാ ചോദിക്കുന്നത്? നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്നാ ചോദിക്കുന്നത്. ദ പവർ ഓഫ് സെൽഫ് സാക്രിഫൈസ്, അതായത് ആത്മപരിത്യാഗത്തിനുള്ള ശേഷി മാനവരാശിക്കുണ്ട്. തീർച്ചയായും അത് അവന്റെ കഴിവ് തന്നെയാണ്. പക്ഷേ അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ മോറൽ വെർച്യു ആൻഡ് ഗുഡ്ലിനെസ്, അല്ലെ? ധാർമ്മിക പുണ്യങ്ങളും നന്മയും. ഗോഡ്ലിനെസ് ആണ് കേട്ടോ. ഗോഡ്ലിനെസ് എന്ന് കഴിഞ്ഞാൽ ദൈവികമായ ഒരു ഭാവം മനുഷ്യനുണ്ട്. ഇതൊക്കെ മാനവരാശിക്ക് ഉള്ള ക്യാരക്ടറിസ്റ്റിക് ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ഇല്ലാത്തത് ഏതാന്ന് ചോദിക്കുമ്പോൾ നോൺ അറ്റാച്ച്മെന്റ് ടു സെൽഫ്, അവനവനോട് തന്നെ സെൽഫ് അവനവനോട് തന്നെ വിരക്തി, അവനവനോട് തന്നെയുള്ള നിർമ്മമത, അത് മാനവരാശിക്ക് ഇല്ലാത്തതാണ് എന്നാണ് പറയുക. പൊളിറ്റിക്കൽ പവറൊക്കെ മാനവരാശിക്കുള്ള പ്രത്യേകത തന്നെയാണ്. ഇനി രണ്ടാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. വൈ ക്യാൻ ഗാന്ധിജി സ്ലീപ്പ് അറ്റ് വിൽ ഈവൺ അറ്റ് എ മൊമെന്റ്സ് നോട്ടീസ്? ഉണ്ടോ? അതായത് ഗാന്ധിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നിമിഷം കൊണ്ട് ഉറങ്ങാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് സാധിക്കുക? ഹൗ കുഡ് ഹി ഡു ദിസ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഒന്ന്, അദ്ദേഹം ഭയങ്കര ടയർഡ് ആയിരിക്കുന്നത് കൊണ്ട് ഉറങ്ങിപ്പോകുന്നു എന്നതാണ് എ. ബി, രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ബിക്കോസ് ഹി കുഡ് സെപ്പറേറ്റ് ഹിസ് ബോഡി ഫ്രം ദ സെൽഫ്. തൻ്റെ ശരീരത്തെ തൻ്റെ മനസ്സിൽ നിന്ന് വേർപെടുത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതിനുള്ള ഒരു കഴിവ്, സിദ്ധിവിശേഷം ഗാന്ധിക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ബിക്കോസ് ഓഫ് ദ വീക്ക്നെസ് കോസ്ഡ് ബൈ ഫാസ്റ്റിംഗ്. നിരാഹാരം കിടന്ന് വല്ലാണ്ട് ക്ഷീണിച്ചു പോകുന്നതുകൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നത് പെട്ടെന്ന്. നാലാമത്തെ ഓപ്ഷൻ ബിക്കോസ് ഓഫ് ദ എനോർമസ് മോറൽ സപ്പോർട്ട് ഹി ഗെറ്റ്സ് ഫ്രം പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് വല്ലാത്ത ധാർമ്മിക പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശക്തി, അദ്ദേഹത്തിന് ദിവ്യമായ ഒരു ദിവ്യശക്തി കിട്ടിയെന്ന്. ഈ ഓപ്ഷൻസിൽ ബി ആണ് ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം, അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കും. എങ്ങനെ? ബിക്കോസ് ഹി കുഡ് സെപ്പറേറ്റ് ഹിസ് ബോഡി ഫ്രം ദ സെൽഫ്. തന്നിൽ നിന്ന് തൻ്റെ ബോഡിയെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ അദ്ദേഹത്തിന് എപ്പോഴും കഴിയുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങേയറ്റത്തെ ഔന്നത്യമുള്ള
ധാർമ്മിക തലത്തിലെത്തിയ മഹത്തുക്കൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ ഗാന്ധിക്ക് അത് സാധിക്കുമായിരുന്നു. വൈ ഈസ് മോറൽ ഫോഴ്സ് മോർ ഇഫക്റ്റീവ് ദാൻ ഫിസിക്കൽ ഫോഴ്സ്? മോറൽ ഫോഴ്സ് ഫിസിക്കൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? The moral superiority of the person is intuitively acknowledged by the opponent. മറ്റൊന്നുമല്ല, ആയുധമെടുത്ത് പൊരുതുന്ന അവൻ്റെ ആയുധബലത്തെയോ അവൻ്റെ മസിൽ പവറിനെയോ ആണ് എതിരാളി ഭയന്നിട്ട് തോൽവി സമ്മതിക്കുന്നത് പോലെയല്ല ഇത്. ധാർമ്മികമായി ഒരാൾക്ക് ഉണ്ടായിരിക്കുന്ന ആ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം എതിരാളിക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്നു. മാനസികമായി അവൻ തോറ്റുപോകുന്ന എതിരാളി എന്നുള്ളിടത്താണ്. അങ്ങനെ നോക്കുമ്പോൾ മോറൽ ഫോഴ്സ് ഫിസിക്കൽ ഫോഴ്സിനേക്കാളും ഫലപ്രദമാകുന്നു ചിലയിടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ എന്ന് ഗാന്ധി പറയുന്നതിന്റെ ആശയത്തിന്റെ അർത്ഥം അതാണ്. CM ജോർജ് അത് വിശദീകരിക്കുന്നു. 4. വിച്ച് ഓഫ് ദ ആക്ടിവിറ്റീസ് ബെസ്റ്റ് റിഫ്ലക്ട്സ് ഗാന്ധീസ് വിസ്ഡം? ഏത് താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ഏതാണ് ഗാന്ധിയുടെ ജ്ഞാനം അഥവാ ജ്ഞാനിയായിരുന്നു ഗാന്ധി എന്ന് പ്രതിഫലിപ്പിക്കുന്നത്? ഓപ്ഷൻ 1 ഹിസ് നെഗോഷിയേഷൻസ്, അദ്ദേഹത്തിന്റെ അനുരഞ്ജന ചർച്ചകൾ. 2 ഹിസ് റെഡിനെസ് ഫോർ കോംപ്രമൈസ്, പൊരുത്തപ്പെടാനായിട്ട് വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തയ്യാറ്. 3 ദ ചൈൽഡ് ലൈക്ക് സിംപ്ലിസിറ്റി ഇൻ ഹിസ് ബിഹേവിയർ, ഒരു കുട്ടിയുടെ നിഷ്കളങ്കതവും ലാളിത്യവും പെരുമാറ്റത്തിലുള്ളത്. 4 ഹിസ് വില്ലിംഗ്നെസ് ടു ഗിവ് അപ്പ് ഹിസ് പ്രിൻസിപ്പിൾസ് ഫോർ ടെമ്പററി ഗെയിൻസ്, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ മനസ്ഥിതി. ഏതാണ് ശരിയായ ഓപ്ഷൻ? ഇതാണ്. ഹിസ് റെഡിനെസ് ഫോർ കോംപ്രമൈസ്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തയ്യാറ് എന്നതാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ഫിലോസഫേഴ്സ് നോട്ടഡ് ഫോർ? തത്വജ്ഞാനികൾ എന്തിനാണ് ശ്രദ്ധേയരാകുന്നത്? ഫിലോസഫേഴ്സ് ഹു ought to be detached. Philosophers who ought to be detached and mentally balanced are indeed notable and notorious for their irritability. നോക്കൂ, തത്വജ്ഞാനികളെ നമുക്കറിയാം, അവരൊക്കെ ഡിറ്റാച്ച്ഡ് ആയിരിക്കേണ്ടുന്നവരാണ്. അത് നിർമ്മമതയിൽ, അതായത് വിരക്തിയുള്ളവരായിരിക്കേണ്ടവരാണ് എന്നാണ് നമ്മളൊക്കെ കരുതുക. തത്വജ്ഞാനികളെ കുറിച്ച് പറയുമ്പോൾ അവര് മെന്റലി ബാലൻസ്ഡ് ആയിരിക്കേണ്ടവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം അവര് പലരും കുപ്രസിദ്ധരാണ് അവരുടെ ആ അസ്വസ്ഥതയ്ക്ക് അല്ലെങ്കിൽ ക്ഷമയില്ലായ്മയ്ക്ക്, ഇറിറ്റബിലിറ്റിക്ക് എന്നത് വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തത്വജ്ഞാനികളെ വാസ്തവത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നാണ് അവരെക്കുറിച്ച് അവർ പറയുന്ന വലിയ വർത്തമാനങ്ങളും ആശയഗതികളും കേൾക്കുമ്പോൾ ഇവർ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ഉള്ളവരാണ്, സാഹചര്യങ്ങളോടും വ്യക്തികളോടും ഒക്കെ പൊരുത്തപ്പെടാൻ കഴിവുള്ളവരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അവർ ലോകത്തെ കുറെ കൂടി ഉയർന്ന തലത്തിൽ നിന്ന് വീക്ഷിക്കുന്നവരാണല്ലോ ഫിലോസഫേഴ്സ്, തത്വജ്ഞാനികൾ, ദാർശനികന്മാർ. അപ്പോൾ പക്ഷേ പറയട്ടെ, വിരുദ്ധമാണ് പലപ്പോഴും കാര്യങ്ങൾ. അവരുടെ ക്ഷമയില്ലായ്മയ്ക്ക്, അവരുടെ ക്ഷോഭത്തിന് കുപ്രസിദ്ധരാണ്. മാനസിക നില, തുലനാവസ്ഥ പാലിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയാതെ പോകുന്നു തത്വചിന്തകർ എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, വൈ ഈസ് ഗാന്ധിജി ഏബിൾ ടു ലൂസ് ഓർ ഗെയിൻ വെയിറ്റ് വിതൗട്ട് ആൾട്ടറിങ് ഹിസ് ഡയറ്റ്? ഗാന്ധിക്ക് തൻ്റെ ഭാരം കൂട്ടാനും കുറയ്ക്കാനും കഴിയും തൻ്റെ ഭക്ഷണക്രമത്തിൽ ഒരു വ്യത്യാസവും വരുത്താതെ തന്നെ. എങ്ങനെയാണിത്? ബീങ് ആൻ അബ്സല്യൂട്ട്ലി ഡിറ്റാച്ച്ഡ് മാൻ, അങ്ങേറ്റം വിരക്തിയും നിർമ്മമതയും പാലിക്കുന്ന മനുഷ്യനായിരിക്കുന്നതിനാൽ ഗാന്ധി ഹാഡ് ടോട്ടൽ കൺട്രോൾ ഓവർ ഹിസ് ബോഡി, തൻ്റെ മനസ്സിന് മേല്, ശരീരത്തിന് മേല് അദ്ദേഹത്തിന് പൂർണ്ണ നിയന്ത്രണം. ഹെൻസ് ഹി കുഡ് ലൂസ് ഓർ ഗെയിൻ വെയിറ്റ് വിത്തൗട്ട് ആൾട്ടറിങ് ഹിസ് ഡയറ്റ്, തൻ്റെ ഡയറ്റ്, ഭക്ഷണത്തിലെ ക്രമം അത് മാറ്റം വരുത്താതെ തന്നെ അദ്ദേഹത്തിന് അതൊക്കെ സാധിക്കുമായിരുന്നു. 4. ഹൗ ഡസ് ജോർജ് ഡിഫൈൻ ദ പവർ ബെസ്റ്റൗഡ് ബൈ ഫിസിക്കൽ ഫോഴ്സ്? ഭൗതിക ശക്തിയാൽ പ്രേരിതമായി ലഭിക്കുന്ന കരുത്ത്, ഇതിനെ CM ജോർജ് എങ്ങനെയാണ് നിർവചിക്കുക? ഫിസിക്കൽ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ബൈ ജോർജ് ആസ് ദ എബിലിറ്റി ടു മേക്ക് അതർ മെൻ ഡു യുവർ വിൽ ഫോർ ഫിയർ ഓഫ് ദ കോൺസിക്വൻസസ്. ആ ശക്തൻ പറയുന്നത് അനുസരിപ്പിച്ചെടുക്കാൻ മറ്റുള്ളവരെ കൊണ്ട് കഴിയും. കാരണം അല്ല എങ്കിൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന ഭയന്നിട്ടാണ് മറ്റുള്ളവൻ ആ ശക്തന് മുന്നിൽ അനുസരണ കാണിക്കുന്നത്. അതാണ് ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ മോറൽ ഫോഴ്സ് വ്യത്യസ്തമാണ് എന്ന് പറയാൻ. ഫിസിക്കൽ ഫോഴ്സിനേക്കാൾ എത്രയോ മുകളിലാണ് മോറൽ ഫോഴ്സ് അഥവാ ധാർമ്മിക ശക്തി എന്ന് പറയുക. 5ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഈസ് ഹെറ്ററോഡോക്സി ഇൻ ആർട്ട് ട്രീറ്റഡ്? കലയില് ഹെറ്ററോഡോക്സി എന്ന് പറഞ്ഞാൽ എന്താണ് ഹെറ്ററോഡോക്സി? ഭിന്നാഭിപ്രായങ്ങളാണ്. അതായത് പതിവ് രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരെയാണ് പുതിയ കലാകാരന്മാരെ. ഇൻ ആർട്ട് ഈസ് ട്രീറ്റഡ് ആസ് ആൻഡ് റേറ്റഡ് ആസ് എക്സെൻട്രിസിറ്റി.
കലയിൽ അതൊരു വിചിത്രതയായിട്ട് പലപ്പോഴും കാണാറുണ്ട്. കലയിലെ ഭിന്നാഭിപ്രായങ്ങളെയും പുതുമകളെയും എക്സെൻട്രിസിറ്റി അഥവാ വിചിത്രത, അരക്കിറുക്ക് ആയിട്ടൊക്കെ വിലയിരുത്തപ്പെടാറുണ്ട്. വൈ ഡസ് ദ ഗ്രേറ്റ് ലീഗൽ ട്രയൽസ് ഓഫ് ഹിസ്റ്ററി മേക്ക് ഇൻട്രസ്റ്റിംഗ് റീഡിങ്സ്? ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാരെ കാലം, സമൂഹം വിചാരണ ചെയ്തിട്ടുണ്ട്. അവരെ വിചാരണ ചെയ്തതിൻ്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, സോക്രട്ടീസ് അടക്കമുള്ള ആളുകളെ. അതൊക്കെ രസകരമായ വായനകൾക്ക് നിദാനമാകുന്നു. എന്തുകൊണ്ട്? ഉത്തരം എങ്ങനെയാണ്? ദ ഗ്രേറ്റ് ലീഗൽ ട്രയൽസ് ഓഫ് ഹിസ്റ്ററി മേക്ക് ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആസ് ഇറ്റ് ത്രോസ് ലൈറ്റ് ഓൺ ദ ട്രയൽ ആൻഡ് condemnation to death of geniuses like Socrates, Bruno and Servetus who held heterodox views. വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ, സോക്രട്ടീസ് ആവട്ടെ, ബ്രൂണോ ആവട്ടെ, സെർവറ്റസ് ആവട്ടെ, അവരെയൊക്കെ വിചാരണയ്ക്ക് വിധേയമാവുകയും അല്ലെങ്കിൽ അവരെയൊക്കെ മരണത്തിന് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ചരിത്രം. സോക്രട്ടീസിനെ ഹെംലോക്ക് എന്ന ചെടിയുടെ വിഷം കുടിച്ച് മരിക്കാനായിട്ട് വിധിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബ്രൂണോയുടെയും അതുപോലെ തന്നെ സെർവറ്റസിൻ്റെയും കാര്യം ഇതുപോലെ തന്നെയാണ്. മത ചിന്തകൾക്ക് എതിരായ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ബ്രൂണോയും ഒക്കെ സെർവറ്റസും ഒക്കെ ജീവനോടെ ഒരു മരത്തിൽ കെട്ടി നിർത്തി അവരെ ജീവനോടെ ദഹിപ്പിക്കുകയായിരുന്നു. ഇവരൊക്കെ, സെർവറ്റസ് ഒരു സ്പാനിഷ് തിയോളജിയനായിരുന്നു. അദ്ദേഹത്തെ ജീവനോടെ ബേൺഡ് അറ്റ് ദ സ്റ്റേക്ക് ഇൻ ജനീവ ഇൻ 1553 ഫോർ ഹെറസി, ദൈവദൂഷണം, മതനിന്ദ നടത്തിയതിൻ്റെ പേരിലാണ്. ജോൺ കാൽവിനെതിരെ വിമർശനം നടത്തിയതിൻ്റെ പേരിലാണ്. ബ്രൂണോ ഇറ്റാലിയൻ ഫിലോസഫറാണ്, അസ്ട്രോണമറാണ്, കോസ്മോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെയും കത്തിക്കുകയായിരുന്നു. ഹി വാസ് ഓൾസോ ബേൺഡ് അറ്റ് ദ സ്റ്റേക്ക് ഇൻ റോമിലെ 1600കളിലാണ്. ഇതുപോലെ തന്നെ തെരുവിൽ ഒരു നാട്ടി നിർത്തിയ കുറ്റിമേൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ കത്തിച്ചു കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, കോപ്പർനിക്കസ് തിയറിയെ എതിർത്തത് കൊണ്ട്, പാന്തേയിസ്റ്റ് ഫിലോസഫിയുടെ പേരിൽ. എന്തുവാകട്ടെ, ഇവർ രണ്ടുപേരും, ബ്രൂണോ ആയാലും സെർവറ്റസ് ആയാലും, ബോത്ത് മെൻ ബിക്കെയിം സിംബിൾസ് ഓഫ് ഇന്റലക്ച്വൽ ഫ്രീഡം ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സയന്റിഫിക് ആൻഡ് റിലീജിയസ് അതോറിറ്റി. ശാസ്ത്രീയ അധികാരത്തിനും അതുപോലെ തന്നെ മതപരമായ അധികാരത്തിനും എതിരായിട്ട് സംഘർഷമുണ്ടാക്കിയവർ എന്ന പേരിൽ ബുദ്ധിജീവികളായി വാഴ്ത്തപ്പെടുകയും ചെയ്തു കാലം കഴിഞ്ഞപ്പോൾ.